ഹായ് ട്രാവലേഴ്സ്, ഈ വീഡിയോ ഒരു മാത്തേരാൻ ട്രിപ്പിനെ കുറിച്ചാണ്. അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. നമ്മൾ മാത്തേരാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല ചെല്ലുന്നത്, അമൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളെ കാറിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അവിടെ നിന്നൊരു എൻട്രി ഫീസ് എടുത്തിട്ട് വേണം മാത്തേരാനിലേക്ക് കയറാൻ. അമൻ ലോഡ്ജിൻ്റെ അവിടെ 50 രൂപയാണ് അഡൾട്ട്സിന് വരുന്നത്, 25 റുപ്പീസാണ് കിഡ്സിന് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മാത്തേരാൻ എന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർ സ്ഥലത്തേക്ക് അമൻ ലോഡ്ജിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 to 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ അങ്ങോട്ട് എത്തിച്ചേരാൻ നമ്മൾക്ക് മെയിൻലി 3 വഴികളാണുള്ളത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന പോലെ കുറേ ഹോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഹോഴ്സ് റൈഡിങ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ എടുത്ത് പോകാം. 35 റുപ്പീസാണ് ഇലക്ട്രിക് ഓട്ടോന് വരുന്നത്. ഹോഴ്സ് റൈഡിങ് സീസൺ ഡിപ്പെൻഡ് ചെയ്ത് ചാർജസ് അവർ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഓപ്ഷൻ ടോയ് ട്രെയിൻ ആണ്. ടോയ് ട്രെയിൻ പക്ഷേ മാത്തേരാനിലേക്ക് പോകാൻ എടുക്കുന്നതിലും നല്ലത് നമ്മൾക്ക് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഭയങ്കര ക്യൂ ആയിരിക്കും. ഒരു ട്രെയിനിൽ അറ്റ് എ ടൈം 45 ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ടിക്കറ്റ് ചാർജസ് വരുന്നത് 55 റുപ്പീസാണ് നോർമൽ. ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ 95 വരും പെർ പേഴ്സൺ. പിന്നെ നമ്മൾക്കുള്ള ഓപ്ഷനാണ് ഈ റെയിൽവേ ട്രാക്കിലൂടെയോ അല്ലെങ്കിൽ അവിടെയുള്ള റോഡ് വഴിയോ നമ്മൾക്ക് നടന്ന് നമ്മളുടെ മാത്തേരാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റും. സോ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രാക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോകുന്ന വഴി കുറച്ച് വ്യൂസൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ കാണുന്ന വ്യൂസാണ്. പിന്നെ അവിടെ കുറച്ച് സ്നാക്സൊക്കെ വിൽക്കുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് പതുക്കെ നടന്നു പോവാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡ് വഴിയും നടന്നു പോകാവുന്നതാണ്. പക്ഷെ റോഡ് എടുക്കുമ്പോൾ കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ലഗേജായിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്ക് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അതിൽ കൂടെ പോയാൽ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മാർക്കറ്റ് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് മാത്തേരാൻ്റെ മാർക്കറ്റ് ഏരിയ. നമുക്ക് ഫുഡെല്ലാം ഇവിടെയാണ് അവൈലബിൾ. പിന്നെ മാത്തേരാൻ്റെ ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഈ സൈൻ ബോർഡ് നോക്കിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം നെറ്റ് കണക്ഷൻ നമ്മൾക്ക് മാത്തേരാനിൽ കിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സൈൻ ബോർഡ്സ് ഉണ്ടാകും. അവിടത്തേക്ക് എത്ര ദൂരമുണ്ടാകും എന്നെല്ലാം എഴുതിയിട്ടുണ്ടാകും. സോ ഇതിനെ നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾക്ക് അവിടെയുള്ള ലോക്കൽസിനോട് ചോദിക്കുക, നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്ന്. കാരണം കുറച്ച് കണക്ഷൻ റൂട്ട്സ് വരും. അപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോവാനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം നടന്നു പോകേണ്ട അവസ്ഥയോ വരും. സോ എപ്പോഴും ലോക്കൽസായിട്ട് കമ്മ്യൂണിക്കേഷൻ വെക്കുന്നതും നല്ലതാണ്. പിന്നെ ഇത് ഷാർലറ്റ് ലേക്കാണ്. ഷാർലറ്റ് ലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു സ്പെയർ ഡ്രസ്സ് കരുതാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കിവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സ്പെയർ ഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനും അവിടെ ചെറിയൊരു സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വാട്ടറാണ് നമ്മൾ പിന്നെ പല വ്യൂ പോയിൻറ്റ്സിലും റിവേഴ്സ് വാട്ടർഫോൾ ആയിട്ട് കാണുന്നത്. സോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തേരാനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം കയ്യിലുണ്ടെന്നനുസരിച്ച് വ്യൂ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം മാത്തേരാനിൽ ഏതാണ്ട് 30ഓളം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഈ 30 വ്യൂ പോയിൻറ്റ്സും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം മെജോറിറ്റി ഓഫ് വ്യൂ പോയിൻറ്റ്സ് നമ്മൾ നടന്ന് തന്നെ കാണണം. മേജർ വ്യൂ പോയിൻറ്റ്സിലേക്ക് മാത്രമേ ഉള്ളൂ ഹോഴ്സ് റൈഡിങ് എത്തുന്നത്. അതും ഒരു 4-5 സ്പോട്ടിലേക്കാണ് അവർ നമ്മൾ അറ്റ് എ ടൈം കൊണ്ടുപോകുന്നത്. സോ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നടന്ന് ചെന്ന് കാണേണ്ടതുകൊണ്ട് നമ്മൾക്ക് ഈ 30 വ്യൂ പോയിൻറ്റ്സ് ഒന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 3-4 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സുകൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അവിടെ പോകാൻ ശ്രദ്ധിക്കുക. മെയിനായിട്ട് അവിടെ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ പോയിൻ്റ്, ലൂസിയ പോയിൻ്റ്, മാലങ് പോയിൻ്റ്, ലിറ്റിൽ ചൗക്ക്, പിന്നെ വൺ ട്രീ ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നൊരു പോയിൻ്റാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണം. കാരണം അതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സൈഡിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ മാത്രം പ്ലാൻ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് വരുന്നത്. പിന്നെ ഒത്തിരി ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റ്സ് വരുന്നുണ്ട് ഓൺ ദ വേ. അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ട്രാവലിംഗ് ഒഴിവാക്കുക. നമ്മൾ നേരത്തെ പോയി സ്ഥലമൊക്കെ കാണാം എന്ന് വിചാരിച്ചാൽ പോലും ഒരു 8 മണി ഒക്കെ കഴിയാതെ ഇവിടെ ഭയങ്കര ഫോഗാണ്. അപ്പോൾ ഫോഗ് മാറി നമ്മളൊരു സ്ഥലവും കാണത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്നു പോയാലും ഇങ്ങനെ ഫോഗ് കൊണ്ട് മൂടിയിരിക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ഇങ്ങനെ ഒരു ക്ലിയർ വ്യൂ കാണണമെങ്കിൽ ഒരു 8 മണി കഴിയുമ്പോൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം പിന്നെ കുറച്ച് നമ്മൾ ഒരു വെയിൽ ഉദിച്ചിട്ട് ചെല്ലുവാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ പതുക്കെ ഫോഗ് മാറി നമ്മൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഏർലി മോർണിംഗിൽ ഭയങ്കര ഫോഗാണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെക്കുക. പിന്നെ മാത്തേരാൻ ട്രാവൽ ചെയ്യുന്നവർ മസ്റ്റായിട്ടും നല്ലൊരു ക്വാളിറ്റി ഉള്ള റെയിൻകോട്ട് കരുതുക. ഈവൻ നമ്മൾക്ക് അവിടെ റെയിൻകോട്ട് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അതിനൊട്ടും ക്വാളിറ്റി ഇല്ല. സോ നിങ്ങളുടെ കയ്യിലുള്ളൊരു നല്ല റെയിൻകോട്ട് എപ്പോഴും കരുതുന്നതും നല്ലതാണ്. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സും വാട്ടറും നിങ്ങൾ കരുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വ്യൂ പോയിൻറ്റ്സിലും കടകളൊന്നും അവൈലബിൾ അല്ല. മാത്തേരാനിൽ നിങ്ങൾ സ്റ്റേ എടുക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റ് ഏരിയയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ല നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് പോയിട്ട് തിരിച്ചു വരുന്നതാണെങ്കിലും എല്ലാം ഈ മാർക്കറ്റ് ഏരിയയിലേക്കാണ് കണക്റ്റഡ്. സോ അവിടെയാണ് നമ്മളുടെ സ്റ്റേ എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാണ്. സ്ഥലങ്ങൾ കാണാനും ഫുഡൊക്കെ കഴിക്കാനും എല്ലാം കുറച്ചും കൂടെ നല്ലത് അവിടെയാണ്. അപ്പം അതെപ്പോഴും ഓർത്തു വെക്കണം. മാത്തേരാനിൽ വണ്ടികൾ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും, അതായത് അവിടെ വേണ്ട എല്ലാ സാധനങ്ങളും കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ചുമന്ന് ആണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾക്ക് മാത്തേരാൻ ചുറ്റി കാണുമ്പോൾ അവരുടെ ഒരു ഗ്രാമവും കാണാൻ പറ്റും. പക്ഷെ അത് ഒത്തിരി ഇറക്കത്തിലാണ് ആ ഗ്രാമം ഇരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിസിറ്റ് ചെയ്യാം. മാത്തേരാനിൽ ഈ മനോഹര കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾക്ക് തിരിച്ച് അമൻ ലോഡ്ജ് എത്താനായിട്ട് മാത്തേരാനിൽ ഈ ടോയ് ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അധികം ക്യൂ ഒന്നും നിൽക്കാതെ വേഗം ടിക്കറ്റ് കിട്ടാനും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറയുന്നത്. മാത്തേരാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അത്ര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇവിടെ എത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റേയിനെ കുറിച്ചോ ഫുഡിനെ കുറിച്ചോ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.